അസേലിയ ചെടികളാണ്. അസേലിയ ചെടിയുടെ ഓറഞ്ച് നിറത്തിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഒരു വയലറ്റ് ആൻഡ് റോസ് മിക്സ് കളറിൽ പൂവുണ്ടാകുന്ന ഈ ഒരു വെറൈറ്റിയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. 2 പ്ലാന്റ്സാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ആദ്യമുള്ള കളേഴ്സും കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 150 രൂപയാണ്. അസേലിയയുടെ വലിയ ചെടികളാണ് അയച്ചു തരിക. എല്ലാത്തിലും പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസം പ്ലാന്റ്സ് ആണ്. ഇത് സീസൺ ഇല്ലാതെ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ചൈനീസ് ബോൾസം. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വയ്ക്കാതെ ബുഷി ടൈപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ പ്ലാന്റ്. ഇതിൽ വലിയ പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ നാടൻ ബോൾസം ചെടികളെ പോലെ ചെറിയ പൂക്കളായിരിക്കില്ല, വലിയ ഇതളുകളുള്ള പൂക്കളായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പല കളറുകളിലുള്ള വെറൈറ്റികളാണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത്. മൊത്തം ഒരു 10 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് 300 രൂപയാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റും തരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഡയറക്റ്റ് മഴയിൽ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മഴ അധികം ലഭിക്കാത്ത ഏരിയകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്താൻ. എന്നാൽ കുറച്ച് വെയിലും അത്യാവശ്യമാണ് ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട്. പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഇനി അതില്ല കമ്പോസ്റ്റ് ആണുള്ളെങ്കിൽ അതും പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ കുറച്ച് അതും വെച്ചിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിങ് ആണ്. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ചീഞ്ഞു പോകുന്നൊരു പ്ലാന്റാണ് ഈ ചൈനീസ് ബോൾസം പ്ലാന്റ്. അപ്പോൾ അതിന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. മണ്ണിൽ നനവ് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്ന് കരുതി ഒരുപാട് ദിവസങ്ങൾ എടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നനവില്ലാന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വാടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ജിഫി സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഈ ചൈനീസ് ബോൾസത്തിന് നമ്മൾ. ഇനി അടുത്ത കോംബോ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒരു കോംബോ ആണ്. ആഫ്രിക്കൻ വയലറ്റ്സ് 8 കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ അയച്ചു തരുന്നത്. 8ഉം നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഈ കാണിക്കുന്ന 8 കളേഴ്സായിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. വലിയ പ്ലാന്റ്സ് ആയിരിക്കും. മിക്ക പ്ലാന്റുകളിലും പൂക്കളും ഉണ്ടായിരിക്കും അയച്ചു തരുന്നതിൽ. വില വരുന്നത് 450 രൂപയാണ് 8 കളേഴ്സിനും കൂടി. ഇതും നമുക്ക് ഡയറക്റ്റ് മഴയത്ത് വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു ചെടിയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഔട്ട്ഡോറിൽ പറ്റില്ല എന്നല്ല, പക്ഷേ ഡയറക്റ്റ് മഴയൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കും അതുപോലെ ഭയങ്കര വെയിലടിക്കുന്ന സ്ഥലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത കോംബോയും സീസൺ ഇല്ലാതെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഹൈഡ്രേഞ്ചിയ ചെടികളുടെ കോംബോ ആണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതും ഒരുപാട് ഹൈറ്റ് വയ്ക്കാതെ എപ്പോഴും നിറഞ്ഞ് പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ 5 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ 5 കളേഴ്സായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ ലഭിക്കുക. ഈ 5 കളറിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് വെറും 280 രൂപ മാത്രമാണ്. വെയിലുള്ള സ്ഥലത്തും മഴയുള്ള സ്ഥലത്തൊക്കെ ഒരുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഹൈഡ്രേഞ്ചിയ ചെടികൾ. റെക്സ് ബിഗോണിയ വെറൈറ്റിയുടെ ഒരു കോംബോ ആണ്. 5 റെക്സ് ബിഗോണിയ വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു 5 വെറൈറ്റിക്കും കൂടി ഇട്ടിട്ടുള്ള വില 480 രൂപ മാത്രമാണ് കേട്ടോ. ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റി ആയിരിക്കും കിട്ടുക. അത് നമുക്ക് വെയിലുള്ളിടത്തും മഴയുള്ളിടത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. ഇൻഡോറിലും വളർത്തിയെടുക്കാം. ഇനി അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് 6 ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. ഫസ്റ്റത്തെ ജിമിക്കി കമലാണ്, രണ്ടാമത് സാൻഡ് പേപ്പർ വൈൻ്റെ വെറൈറ്റി, മൂന്നാമതായിട്ട് ഈ ഒരു കൊങ്ങിണി വെറൈറ്റിയാണ്. പിന്നെയുള്ളത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ട്രംപറ്റ് വൈൻ പ്ലാന്റ് ആണ്. ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇക്സോറ വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 6 പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് വില വരുന്നത് 360 രൂപയാണ്. ഇനി അടുത്ത കോംബോ നമ്മുടെ വളരെ ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന കോംബോ ആണ്. കമേലിയ ചെടികളുടെ കോംബോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. കമേലിയുടെ 4 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ നമ്മൾ അയച്ചു തരുന്നത്. കമേലിയുടെ 4 പ്ലാന്റിനും കൂടി ഇട്ടിട്ടുള്ള വില 440 രൂപയാണ് കേട്ടോ. ഈ കാണിക്കുന്ന 4 കളേഴ്സാണ്. ഒന്ന് നല്ല പ്യുവർ വൈറ്റാണ്, പിന്നെയുള്ളത് നല്ല റെഡ് കളറാണ്, പിന്നെ ഈ ഒരു റോസ് കളറും, പിന്നെ നമ്മൾ ഫസ്റ്റത്തായി കാണിച്ചിട്ടുള്ള വൈറ്റും റെഡും കോമ്പിനേഷൻ വരുന്ന പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി.
ഇനി അടുത്ത കോംബോ ഒരു വള്ളിച്ചെടികളുടെ കോംബോ ആണ്. നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വൈൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ്. ഹോയ പ്ലാന്റ്സിൻ്റെ 8 വെറൈറ്റീസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണിക്കുന്ന 8 കളേഴ്സായിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ്. റെഡ്, വൈറ്റ്, യെല്ലോ, ബ്രൗൺ, പർപ്പിൾ അങ്ങനെയൊക്കെ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതധികം കെയറിങ് ഇല്ലാതെ ഈസി ആയിട്ട് വെയിലത്ത് മഴയത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഓർഡർ പെട്ടെന്ന് പ്ലേസ് ചെയ്യുക കേട്ടോ. ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്.